ഭിന്നശേഷിക്കാരായ മക്കളും ഒന്നിച്ച് രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്യും. ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് തണലിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഭിന്നശേഷിക്കാരായ മക്കളുള്ള എല്ലാ പാരന്റ്സും അറിയുക, ധൈര്യമായിട്ട് നിങ്ങൾക്ക് തണലിനെ ഏൽപ്പിക്കാം. തണലിന്റെ തണലിൽ അവർ സുരക്ഷിതരായിരിക്കും. അതിനുശേഷം ഒരുപാട് അപേക്ഷകൾ വന്നു. ആ കൂട്ടത്തിൽ നിന്ന് നിലവിൽ ഇപ്പോൾ 185 പേരെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഏറ്റെടുത്തു. പക്ഷെ ഇനിയും ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ ആശങ്കയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് 3 സെന്ററുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് വയനാട് പിണങ്ങോട് ജമാൽ സാഹിബ് നഗറിൽ സ്ഥിതി ചെയ്യുന്ന സഹാറ ഭാരത് ഫൗണ്ടേഷൻ. 18 വയസ്സിന് മേലെ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ പുരുഷന്മാർക്കാണ് ഇവിടെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബ്ലോക്ക് 6 മാസം കൊണ്ട് ഓപ്പൺ ആവാൻ പോകുന്നു. പിന്നെ പഠന പരിശീലന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ മറ്റ് കോംപ്രഹെൻസീവ് ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ പദ്ധതികൾ 10 ഏക്കറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 2 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ ആൺകുട്ടികൾക്ക് വേണ്ടി സ്നേഹ വീട് കണ്ണൂർ. 3 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി തണൽ വീട് എടച്ചേരി. പിന്നെ ഇതുകൂടാതെ ഭിന്നശേഷിക്കാരായ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണത്തിനും പരിശീലനത്തിനും വേണ്ടി ഇല ഫൗണ്ടേഷൻ കുറ്റിപ്പുറവും കൂടെയുണ്ട്. അപ്പോൾ തങ്ങളുടെ കാലശേഷം ഈ ഭിന്നശേഷിക്കാരായ മക്കളെ ആര് നോക്കുമെന്ന ആശങ്കയിലോ ഇനി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ മക്കളെ നോക്കാൻ പറ്റാത്ത പ്രയാസത്തിലോ കേരളത്തിൽ ഒരു രക്ഷിതാവും തന്നെ ഇനി വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. തണലും സഹാറ ഭാരതും കൂടെയുണ്ട്. പിന്നെ ഭിന്നശേഷിക്കാരായ മക്കളുള്ള എല്ലാ രക്ഷിതാക്കളിലേക്കും ഈ വീഡിയോ എത്തട്ടെ.